പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നു മനസ്സിനെ എന്നതിനെക്കുറിച്ചാണ്. സർ വില്യംസ് ബർഗ് എന്ന് പറയുന്ന പേരുള്ള ഒരു വിദേശി ഗവേഷകൻ അദ്ദേഹം ഒരു പഠനം നടത്തി. ഒരേ പ്രസവത്തിലുള്ള മാംസം തിന്നുന്ന ജീവികളുടെ കുട്ടികളെ 2 വീതം എടുത്തിട്ട് അദ്ദേഹം ഒരു 2 ഏക്കർ സ്ഥലത്തിൽ ഒരു കാമ്പൗണ്ടൊക്കെ കെട്ടി, ഇടയ്ക്കൊരു സ്ഥലം, അതിന് ഇടയ്ക്കും ഒരു മതിൽ കെട്ടി തിരിച്ച് കൂടുകളുണ്ടാക്കി. ഈ 2 കൂട്ടിലും ഒരമ്മ പ്രസവിച്ച 2 കുട്ടികളെ മാറ്റി മാറ്റി പാർപ്പിച്ചു. എന്നിട്ട് ഒരു സൈഡിലുള്ള ഈ കുട്ടികൾക്കൊക്കെ അതിൻ്റെ അമ്മ അച്ഛൻ കഴിച്ച അതേ മാംസം തന്നെ കൊടുത്തു. മറുവശത്തുള്ള ആ കൂട്ടിലുള്ള കുട്ടികൾക്ക് സസ്യാഹാരങ്ങൾ, പയറ്, പരിപ്പ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുത്തു. 10 ദിവസത്തേക്ക് ഒരിക്കൽ അദ്ദേഹം ചെക്ക് ചെയ്യും, വെയിറ്റ്, അതിൻ്റെ ആരോഗ്യനിലയൊക്കെ. അങ്ങനെ ഈ കുട്ടികൾ വലുതായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ കുട്ടികളെ തുറന്നു വിട്ടു. 2 സൈഡിലുള്ളവർ പ്രത്യേകിച്ച് തുറന്നു വിട്ടു. മാംസം തിന്ന ജീവികളെ തുറന്നു വിട്ടപ്പോൾ അത് പരസ്പരം കടിച്ചു കീറി ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ സസ്യാഹാരങ്ങൾ കഴിച്ച ആ ജീവികൾ തുറന്നു വിട്ടപ്പോൾ സാധാ ഒരു കൂട്ടുകാരെ പോലെ ഒരു ബഹളം ഉണ്ടാക്കാതെ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ആഹാരങ്ങൾ, കഴിക്കുന്ന ആഹാരം മൃഗത്തിൽ വരെ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ മനുഷ്യരിലോ? ഒരു കുട്ടിയും ചെറുപ്പത്തിൽ എനിക്ക് മാംസം വേണം എന്ന് ചോദിക്കാറില്ല. അച്ഛനും അമ്മയും കഴിച്ച ആ മത്സ്യവും മാംസമൊക്കെ ആ കുട്ടിയുടെ വായിൽ കുത്തി ഇറക്കിയാണ് നമ്മളവളെ രുചി പഠിപ്പിച്ച് നമ്മൾ ഈ ഗതിയാക്കിയത്. നമ്മുടെ ശരീരം മാംസം തിന്നുന്ന ജീവിയുടെ രീതിയിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. സസ്യാഹാരങ്ങൾ തിന്നുന്ന ആ രീതിയിലാണ് നമ്മുടെ ശരീര രീതികളൊക്കെ. നമ്മളെ പല്ല് നോക്കണം. പല്ല് സസ്യാഹാരങ്ങൾ തിന്നുന്ന ജീവിയുടെ പല്ല് പോലെയാണ്. മാംസം തിന്നുന്ന ജീവി നമ്മളായിരുന്നുവെങ്കിൽ ദൈവം നമുക്ക് 2 കോമ്പല്ലൂടെ തരുമായിരുന്നു. തേറ്റപ്പല്ലെന്നൊക്കെ പറയും. ഈ മാംസത്തിനെ കടിച്ച് കീറി തിന്നാനുള്ള പശുവിൻ്റെ, ആടിൻ്റെ, കുതിരയുടെ, ആനയുടെ അതുപോലുള്ള പല്ലാണ് നമ്മൾക്കുള്ളത്. വയറ്റിനകത്തും ഒരുപാട് മാറ്റങ്ങളുണ്ട്. സസ്യാഹാരങ്ങൾ തിന്നുന്ന ജീവിയുടെ വയറ്റിനകത്തുള്ള ആ സിസ്റ്റമല്ല മാംസം തിന്നുന്ന ജീവിക്കുള്ളത്. നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ തിന്നുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മാംസം കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് നല്ല ആരോഗ്യം വേണ്ടേ, ഇതൊക്കെ കഴിക്കണ്ടേ, ആരോഗ്യം വേണമെങ്കിൽ ഈ മാംസങ്ങളൊക്കെ കഴിച്ചേ പറ്റൂ എന്നാണ് വീട്ടിലുള്ളവർ പറഞ്ഞ് പഠിപ്പിച്ച് നമുക്കിങ്ങനെ കുത്തി ഇറക്കി ഈ ഗതിയാക്കിയത്. സസ്യാഹാരങ്ങൾ തിന്നുന്ന ആ ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യം എന്നുള്ളതിന് ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ ഈ കാറ്, ഈ വാൻ ഇതൊക്കെ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാളവണ്ടിയാണ്. 2 കാളകളാണ് ഒരു ടെമ്പോയിൽ കൊള്ളുന്ന സാധനം അത്രയും കൊണ്ട് ചന്തയിൽ പോകുന്നത്. നമ്മളെ നിലം ഓടുന്ന പോത്ത്, അത് നോക്കണം, എത്ര ആരോഗ്യം. JCB, ഈ ക്രെയിൻ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഈ മരങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നതൊക്കെ ആനയാണ്. എത്ര വലിയ ഭാരവും അടിച്ച് ലാറിയിലൊക്കെ കയറ്റുന്നതും ഒക്കെ ആനയാണ്. ഇത്രയും സ്പീഡിൽ ഓടുന്ന കുതിര, ഒരു മരത്തിനെ ഒറ്റയിടിക്ക് മറിച്ചിടാൻ കഴിവുള്ള കാണ്ടാമൃഗം, ഒട്ടകം,
ഈ ജീവികളൊക്കെ സസ്യം തിന്നുന്ന ജീവികളാണ്. ഇവർക്കല്ലേ ആരോഗ്യം കൂടുതൽ. അപ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റല്ലേ? നമുക്ക് തിന്ന് രുചി പിടിച്ചു പോയി. അതുകൊണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞെങ്കിലും നമ്മൾ ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുദേവൻ്റെ 10 കൽപ്പനകളിൽ ഒന്ന് കൊല്ലാതിരിക്കുക എന്നാണ്. അതായത് മനുഷ്യനെ കൊല്ലരുതെന്നല്ല, മനുഷ്യനെ കൊല്ലരുതെന്നല്ല, ഒരു ജീവിയെയും കൊല്ലരുത്. ബൈബിളിൽ ഇത്രയും മഹത്തരമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഖുറാനിലുമുണ്ട്. മുഹമ്മദ് നബിയും കൂട്ടുകാരും കൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. രാത്രി ഒരു സത്രത്തിൽ തങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ തീ കത്തുന്നു. നബികൾ ഓടിപ്പോയി നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ, ഈ കൂടെ വന്നവർ തന്നെ അവിടെ കുറേ ഉറുമ്പിനെ കത്തിക്കുകയാണ്. നബികൾ അവരെ വഴക്ക് പറഞ്ഞ് അടിയും കൊടുത്തെന്നാണ് പറയുന്നത്. ഈ നിരപരാധിയായ ജീവിയെ അള്ളാഹ് പടച്ചതാണ്. ഇതിനെ കൊല്ലാൻ നിനക്കൊന്നും അർഹതയില്ല. അതിൻ്റെ വീട്ടിൽ വന്ന് നീ കടന്നിട്ട് അവരെ ഉപദ്രവിക്കുന്നത് ഒട്ടും ശരിയല്ല. അത്ര ജീവകാരുണ്യമാണ് അദ്ദേഹം കാണിച്ചു തന്നത് നമുക്ക്. അദ്ദേഹം ഒരു ജീവിയെയും തിന്നിട്ടില്ല. അദ്ദേഹം ഈത്തപ്പഴവും റൊട്ടിയുമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യേശു ഒരു ജീവിയെയും കൊന്ന് അദ്ദേഹം തിന്നിട്ടില്ല. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് കൊടുത്തത് യോഗമായയിലാണ്. ഒരു 10 വർഷത്തിന് മുമ്പുള്ള കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിലെ ജയിലിൽ ഒരു ബ്രാഹ്മണനോ നമ്പൂതിരിയോ ഇല്ല. ഇപ്പം കാണും. കാരണം ഇപ്പോഴുള്ള പിള്ളേരൊക്കെ മാംസവും മദ്യവും ഒക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ദോഷങ്ങളുമുണ്ട്. 10% ബ്രാഹ്മണനും നമ്പൂരിയും ഇവിടെ ഉണ്ടെങ്കിൽ ജയിലിലും 10% ആൾക്കാർ വേണ്ടേ? ആഹാരം നമ്മളെ വളരെ സ്വാധീനിക്കുന്നു. കൂടുതലും കുട്ടികൾക്ക്, മുതിർന്നവരും സസ്യാഹാരങ്ങൾ കഴിക്കൂ. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കൂ. നന്ദി, നമസ്കാരം.